ഇസ്രയേൽ ലെബനൻ അതിർത്തിയിൽ സംഘർഷം അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി തുടരുന്ന വെടിവെപ്പുകൾക്കും പ്രത്യാക്രമണങ്ങൾക്കും പിന്നാലെ ഹിസ്ബുള്ള നടത്തിയ ഡ്രോൺ ആക്രമണം മേഖലയെ കൂടുതൽ യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. ദക്ഷിണ ലെബനനിൽ നിലയുറപ്പിച്ചിരിക്കുന്ന 8 ഇസ്രയേൽ സൈനികർക്ക് ഈ ആക്രമണത്തിൽ പരിക്കേറ്റതായി ഔദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഈ ആക്രമണം കേവലം ഒരു ചെറിയ ഏറ്റുമുട്ടലല്ല, മറിച്ച് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ കാണാറുള്ളതിന് സമാനമായ അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള നീക്കമായിരുന്നുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കൃത്യമായ ലക്ഷ്യസ്ഥാനം കണ്ടെത്തി ആക്രമണം നടത്താൻ കഴിയുന്ന ചാവേർ ഡ്രോണുകളാണ് ഹിസ്ബുള്ള ഉപയോഗിച്ചത്. ഇസ്രയേൽ പ്രതിരോധ നിരയെ ഞെട്ടിച്ചുകൊണ്ട് നടത്തിയ ഈ നീക്കത്തിൽ 2 സൈനികർക്ക് സാരമായി പരിക്കുണ്ട്. മറ്റുള്ള 6 പേരുടെ പരിക്ക് അത്ര ഗുരുതരമല്ലെങ്കിലും സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ഈ ആക്രമണം വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഡ്രോൺ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ വടക്കൻ ഇസ്രയേലിലെ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള റോക്കറ്റ് മഴയും വർഷിപ്പിച്ചു. കർമിയൽ നഗരം ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക് നിരവധി റോക്കറ്റുകളാണ് അതിർത്തിക്ക് അപ്പുറത്തു നിന്ന് പാഞ്ഞെത്തിയത്. സൈനിക കേന്ദ്രങ്ങളെയും സിവിലിയൻ പ്രദേശങ്ങളെയും ഒരേ സമയം സമ്മർദ്ദത്തിലാക്കുക എന്ന തന്ത്രമാണ് ഇവിടെ പ്രകടമാകുന്നത്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും കരുത്തുറ്റ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നായ ഇസ്രയേലിന്റെ അയൺ ഡോം ഈ റോക്കറ്റുകളിൽ ഭൂരിഭാഗവും തകർത്തെങ്കിലും ചിലത് ഭൂമിയിൽ പതിച്ചത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. റോക്കറ്റ് ആക്രമണത്തിൽ ആളപായം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമാണെങ്കിലും തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം പ്രഹരങ്ങൾ അതിർത്തിയിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ പരിമിതികളെ പറ്റിയുള്ള ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധത്തെ മറികടക്കാൻ ഡ്രോണുകൾക്കും മിസൈലുകൾക്കും കഴിയുന്നു എന്നത് നയതന്ത്രജ്ഞരെയും സുരക്ഷാ ഏജൻസികളെയും ഒരുപോലെ ചിന്തിപ്പിക്കുന്നു. ഹിസ്ബുള്ളയുടെ സൈനിക ശേഷി കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ എത്രത്തോളം വർദ്ധിച്ചു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ ഡയറക്ട് ഹിറ്റ്. ലെബനൻ അതിർത്തിയിൽ നിന്നുള്ള ഓരോ ആക്രമണവും വലിയൊരു യുദ്ധത്തിന്റെ കാഹളമായാണ് ലോകം കാണുന്നത്. ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള ശത്രുത പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണെങ്കിലും ഇപ്പോൾ നടക്കുന്ന ഏറ്റുമുട്ടലുകൾക്ക് പുതിയൊരു മുഖമുണ്ട്. ഇറാന്റെ നേരിട്ടുള്ള പിന്തുണയുള്ള ഹിസ്ബുള്ള തങ്ങളുടെ ആയുധപ്പുരയിലെ ഏറ്റവും പുതിയ ശേഖരമാണ് ഇസ്രയേലിനെതിരെ പ്രയോഗിക്കുന്നത്. ഇത് മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. അതിർത്തിയിലെ ഗ്രാമങ്ങളിൽ നിന്ന് 10,000-കണക്കിന് ആളുകളാണ് ഇതിനോടകം പലായനം ചെയ്തിരിക്കുന്നത്. വടക്കൻ ഇസ്രയേലിലെ നഗരങ്ങൾ ഇപ്പോൾ പ്രേത നഗരങ്ങൾക്ക് സമാനമാണ്. വ്യോമാക്രമണ മുന്നറിയിപ്പ് നൽകുന്ന സൈറണുകൾ മുഴങ്ങുമ്പോൾ ബങ്കറുകളിലേക്ക് ഓടേണ്ടി വരുന്ന സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമായി തുടർന്നു. കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെയുള്ളവർ യുദ്ധഭീതിയിൽ കഴിയുമ്പോൾ സമാധാന ചർച്ചകൾക്കുള്ള വാതിലുകൾ ഓരോന്നായി അടയുകയാണ്. ഇസ്രയേൽ സൈന്യം ഇതിനോടകം തന്നെ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ശക്തമായി തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞു. ടൈർ, നബാത്തിയ തുടങ്ങിയ നഗരങ്ങളിലെ ഹിസ്ബുള്ള താവളങ്ങൾ ലക്ഷ്യം വെച്ചാണ് ഇസ്രയേൽ വ്യോമസേന ബോംബാക്രമണം നടത്തുന്നത്. എന്നാൽ മലനിരകളും ഭൂഗർഭ തുരങ്കങ്ങളും നിറഞ്ഞ തെക്കൻ ലെബനന്റെ ഭൂപ്രകൃതി ഹിസ്ബുള്ളയ്ക്ക് ഒളിപ്പോരുകൾക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നു. ഇത് ഇസ്രയേൽ സൈന്യത്തിന്റെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ ഈ സംഘർഷം പുതിയ ചേരിതിരിവുകൾക്ക് കാരണമാകുന്നു. ഹിസ്ബുള്ളയുടെ നീക്കങ്ങളെ ഒരു വിമോചന പോരാട്ടമായി അറബ് ലോകത്തെ ചില വിഭാഗങ്ങൾ കാണുമ്പോൾ ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായ തീവ്രവാദ പ്രവർത്തനമായാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഇതിനെ ചിത്രീകരിക്കുന്നത്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ നൽകുമ്പോഴും ഇറാനും സിറിയയും ഹിസ്ബുള്ളയുടെ ശക്തിയായി നിലകൊള്ളുന്നു. സൈനികമായ തിരിച്ചടികൾക്ക് പുറമെ ഒരു വലിയ നയതന്ത്ര യുദ്ധവും ഇതിന് പിന്നിൽ നടക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേന അതിർത്തിയിൽ നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിലും അക്രമങ്ങൾ തടയാൻ അവർക്ക് കഴിയുന്നില്ല. ഇരുവിഭാഗവും UN ചാർട്ടറുകൾ ലംഘിക്കുന്നുവെന്ന ആരോപണങ്ങൾ ശക്തമാണ്. ഈ സാഹചര്യത്തിൽ ആഗോള ശക്തികളുടെ ഇടപെടൽ എത്രത്തോളം ഫലപ്രദമാകുമെന്ന് കണ്ടറിയണം. മിഡിൽ ഈസ്റ്റിലെ ഊർജ്ജ വിതരണത്തെയും ഈ യുദ്ധം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. മെഡിറ്ററേനിയൻ കടലിലെ എണ്ണ, ഗ്യാസ് ഖനന കേന്ദ്രങ്ങൾ യുദ്ധമേഖലയിലോട് ചേർന്ന് കിടക്കുന്നവയാണ്. ഹിസ്ബുള്ളയുടെ ഡ്രോണുകൾ ഈ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാൽ അത് ആഗോള ഇന്ധന വിപണിയിൽ വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ ഈ അതിർത്തിയിലെ ചലനങ്ങൾ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇതിനോടകം തന്നെ സൈന്യത്തിന് കടുത്ത നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു. തിരിച്ചടി വെറും പ്രഹരങ്ങളിൽ ഒതുങ്ങില്ലെന്നും ശത്രുവിനെ പൂർണ്ണമായും നിശബ്ദമാക്കുന്നത് വരെ പോരാട്ടം തുടരുമെന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാട്. എന്നാൽ വടക്കൻ അതിർത്തിയിൽ മറ്റൊരു പൂർണ്ണ തോതിലുള്ള യുദ്ധം തുടങ്ങുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക സൈനിക ഭാരമായി മാറും.
ഹോസ്പിറ്റലുകളിലും സൈനിക ക്യാമ്പുകളിലും പരിക്കേറ്റ സൈനികരെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവരുടെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇസ്രയേൽ മാധ്യമങ്ങൾ അതീവ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വന്തം മണ്ണിൽ വെച്ച് സൈനികർക്ക് പരിക്കേൽക്കുന്നത് ഇസ്രയേൽ ജനതയുടെ സൈനിക ആത്മവിശ്വാസത്തെയും ബാധിക്കുന്ന കാര്യമാണ്. ഈ സംഘർഷം എവിടേക്ക് നീങ്ങുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ഇതൊരു വലിയ പ്രാദേശിക യുദ്ധത്തിന്റെ തുടക്കമായേക്കാം. അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഇരു വിഭാഗങ്ങളും വെടിനിർത്തലിന് തയ്യാറായേക്കാം. എങ്കിലും നിലവിലെ സാഹചര്യം വിലയിരുത്തുമ്പോൾ വെറുപ്പും വിദ്വേഷവും ആയുധങ്ങളിലൂടെ സംസാരിക്കുന്ന കാഴ്ചയാണ് അതിർത്തിയിൽ കാണുന്നത്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾക്ക് പകരം ആകാശത്ത് ഡ്രോണുകളും മിസൈലുകളും വട്ടമിട്ട് പറക്കുമ്പോൾ മാനവികത തോറ്റുകൊണ്ടിരിക്കുകയാണ്.